അപ്പോൾ ഇന്ന് സൺഡേ സ്പെഷ്യൽ ലഞ്ച് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്ന് സോയാബീൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബിരിയാണി അരി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ചെറിയ സോയാബീൻ ആണ് കേട്ടോ. നേരത്തെ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനി പിഴിഞ്ഞെടുക്കണം. പിന്നെ കറിക്ക് ആവശ്യമായിട്ട് 2 ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പുതിനയും മല്ലിയിലയും പിന്നെ കറിവേപ്പില എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തൈരും. അപ്പോൾ ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അരി വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പകുതി വേവോടുകൂടി മാറ്റണം കേട്ടോ. നന്നായിട്ട് വേവാൻ പാടില്ല. അപ്പം ഞാൻ ചെറിയ അരിയാണ് എടുത്തിട്ടുള്ളത്. ബിരിയാണി അരിയിൽ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. സോയാബീൻ പിഴിഞ്ഞെടുത്തതും അതിൻ്റെ കൂടെ നമ്മൾ അരിഞ്ഞ എല്ലാ സാധനങ്ങളും അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് തൈര് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെ ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം കുക്കറിൽ ഞാനൊരു 3 ഫിസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഈ മസാലയൊക്കെ സോയാബീനിൽ പിടിച്ച് വന്നിട്ടുണ്ടാവും. കുക്കറിലെ ഫിസിൽ ഇറങ്ങിയതിന് ശേഷം നമ്മൾ തുറന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് വരട്ടിയെടുക്കണം. കുക്കറിൽ കിടന്ന് ഫിസിൽ കേൾക്കുമ്പോൾ തന്നെ ഉള്ളിയുടെയൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് തന്നെ വെള്ളത്തോട് കൂടിയാണ് ഇരിക്കുന്നത്. അത് നമുക്കൊന്ന് വരട്ടിയെടുക്കും പോലെ വരട്ടിയെടുക്കാം. കുറച്ച് ആവശ്യത്തിന് എണ്ണ ഞാൻ നേരത്തെ കുക്കറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോയാബീനിൽ ഈ മുളകും എരിവും ഒക്കെ പിടിച്ചപ്പോൾ ഇതിൽ ഇത്തിരി കുറവ് പോലെ തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ കുറച്ച് ചിക്കൻ മസാലയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കറിയായിട്ട് കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ചോറിട്ട് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ആവശ്യത്തിന് നെയ്യ് കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് ഇതുപോലെ മേളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് തീ തന്നെ വെക്കാതെ ഞാനൊരു പഴയ ദോശക്കല്ല് വെച്ച് ദം ഇടും പോലെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം തുറന്നപ്പോൾ നന്നായിട്ട് ചോറൊക്കെ ചൂടായി നല്ല ടേസ്റ്റ് ആവും കേട്ടോ. പിന്നെ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുത്തു. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പപ്പടം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ ചെയ്തത് ചേട്ടനാണ് കേട്ടോ. ചേട്ടനപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കൂട്ടത്തിൽ ചേട്ടൻ മുട്ടയും കൂടെ വേണം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവർക്കും കൂടെ ഓരോ മുട്ടയും കൂടെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ കഴിച്ച് പോയതിനു ശേഷം നമ്മൾ 4 പേരും രാവിലത്തെ പോലെ തന്നെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ വീട്ടിലെ ഇന്നത്തെ ലഞ്ച് ഇതായിരുന്നു. സോയാബീൻ ബിരിയാണിയും മുട്ടയും പപ്പടവും ആയിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടീസിനൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അനിയത്തിയുടെ മോള് വരുമ്പോൾ ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ എന്തായിരുന്നു ഒന്ന് ലഞ്ചിന് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് അല്ലെങ്കിൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. സീ യു.